നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡിയ ഏകോപനം എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിക്കുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശത്തിൽ എത്തിച്ചേരുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവ എങ്ങനെയാണ് കോശങ്ങളിലെത്തുന്നത്? നിങ്ങളുടെ ഊഹം കുറിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം എന്താണ്? ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയിലെ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ ചേർന്നതാണ്? രക്തവും രക്തക്കുഴലുകളും ഹൃദയം എന്നിവ ചേർന്നതാണ്. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങൾ. അപ്പോൾ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ആരാണ്? ചെറുകുടലിലെ വില്ലസുകളാണ്. അതിൻ്റെ പോഷകഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും പിന്നെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി മനുഷ്യരക്തം. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറത്തിനുള്ള കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ഇരുമ്പടങ്ങിയ ചില ആഹാര വസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്ക്, എന്തൊക്കെയാണ് ഇരുമ്പടങ്ങിയിട്ടുള്ളത്? ഈന്തപ്പഴം, കോഴിമുട്ട, പിന്നെ മുരിങ്ങയില. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ നോക്കാം. എന്തൊക്കെയാണ്? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും. പ്ലാസ്മ എന്താണ്? ധർമ്മം എന്താണ്? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഇളം മഞ്ഞ നിറമായിരിക്കും ഉള്ളത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ്, ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നതും പ്ലാസ്മയാണ്. പ്ലേറ്റ്ലെറ്റുകളോ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. ഇനി വെളുത്ത രക്തകോശം അഥവാ WBC, വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ്? നിശ്ചിത ആകൃതിയില്ല, അവയ്ക്ക് മർമ്മമുണ്ട്. നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് ധർമ്മം. അപ്പോൾ WBCയുടെ ധർമ്മം എന്തൊക്കെയാണ്? നിശ്ചിത ആകൃതി ഉണ്ടോ? ഇല്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി റെഡ് ബ്ലഡ് സെൽ എന്താണ്? അഥവാ ചുവന്ന രക്തകോശം എന്താണ്? ഡിസ്കിൻ്റെ ആകൃതിയായിരിക്കും, മർമ്മമില്ല. RBCക്ക് മർമ്മമില്ല. ഇനി ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശം ഏതാണ്? RBC ആണ്. ഇനി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നത് ചുവന്ന രക്താണുക്കളാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശം ഏതാണ്? ചുവന്ന രക്തകോശമാണ്. രക്തത്തിലെ പ്രധാന ഭാഗം ഏതായിരിക്കും? രക്തത്തിൻ്റെ പ്രധാന ഭാഗം പ്ലാസ്മയാണ്. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? RBCയും WBCയും. പിന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശം ഏതാണ്? RBC. ഇനി വെളുത്ത രക്താണുവും ചുവന്ന രക്താണുവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. മർമ്മമുണ്ട് വെളുത്ത രക്താണുവിന്, ചുവന്ന രക്താണുവിന് മർമ്മമില്ല. നിശ്ചിത ആകൃതിയില്ല വെളുത്ത
രക്തകോശത്തിന് ഡിസ്കിൻ്റെ ആകൃതിയാണ് ചുവന്ന രക്തകോശത്തിന്. ഇനി എന്താണ് രക്തപര്യനം? എന്താണ്? രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ വിവിധ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? ധമനി, സിര, ലോമികകളൊക്കെയാണ് ഉള്ളതാണ്. ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് ധമനികൾ, സിര, ലോമികകൾ, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. നോക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ധമനികൾ അഥവാ ആർട്ടറീസ് എന്ന് പറയുന്നത്. ആർട്ടറീസ് എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് എന്ത്? സിരകൾ. സിരകൾ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ധമനികൾ എന്ന് പറയുന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഹൃദയം എന്താണ്? രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. എവിടെയാണ്? ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയം എന്ന് പറയുന്നു. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളാണുള്ളത്. മുകളിലത്തെ 2 അറകളെ ഏട്രിയം എന്നും പിന്നെ ഏട്രിയം എന്ന് പറയുന്നു. താഴത്തെ അറകളെ എന്ത് പറയുന്നു? താഴത്തെ 2 അറകളെ വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നു. അഥവാ ഏട്രിയം അഥവാ ഓറിക്കിൾ എന്നാണ് മുകളിലത്തെ 2 അറകളെ പറയുന്നത്. താഴത്തേനെ പറയുന്നത് വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നു. വെൻട്രിക്കിളുകളുടെ ഭിത്തികൾ ഓറിക്കിളുടെ ഭിത്തിയേക്കാൾ കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ? മനുഷ്യന് 4 ഹൃദയത്തിന് 4 അറകളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റ് ജീവികൾക്ക് 4 അറകളുണ്ടോ എന്ന് നോക്കാം. കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം കൊടുത്തേക്കുന്നത് ജീവി ആരാണ്? മണ്ണിരയുടെ ഹൃദയത്തിൻ്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത്. 5 ജോഡി ഹൃദയ അറകളുണ്ട്. 5 ജോഡി പാർശ്വഹൃദയങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്ത പാറ്റയ്ക്ക് 13 അറകളുണ്ട്. ഹൃദയത്തിന് 13 അറകളുള്ള ജീവിയാണ് പാറ്റ. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. തവളകൾക്ക് 3 അറയാണുള്ളത്. കോഴിക്ക് 4 അറ. മനുഷ്യൻ, കോഴി എന്നിവയ്ക്ക് 4 അറയാണുള്ളത്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളുണ്ട്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. തവളയ്ക്ക് 3 അറകളാണുള്ളത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവിയാണ് ഏത്? ബ്ലൂ വെയിൽ, തിമിംഗലമാണ് ഏറ്റവും കൂടുതൽ ഹൃദയമുള്ളത്. ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവിയാണ് ബ്ലൂ വെയിൽ. ഇനി കരയിൽ ജീവിക്കുന്നതിൽ ആർക്കായിരിക്കും? ആനയ്ക്കായിരിക്കും. ആഫ്രിക്കൻ ആനയ്ക്കാണ് ഏറ്റവും വലിയ ഹൃദയമുള്ളതെന്ന് വെച്ചാൽ. നീരാളിക്ക് 3 ഹൃദയമുണ്ട്. ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഹൃദയസ്പന്ദനം എന്താണ്? ഓക്കെ, ഹൃദയസ്പന്ദനവും പൾസും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. അതാണ് ഹൃദയസ്പന്ദന നിരക്കെന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. അപ്പോൾ ഹൃദയസ്പന്ദനം എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് 72 പ്രാവശ്യം സ്പന്ദിക്കും. ഒരു ഹൃദയം 1 പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ഈ ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പൾസ് നമ്മൾ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പൾസ് അറിയാൻ സാധിക്കുന്നത്? കൈത്തണ്ട, പിന്നെ നെറ്റിയുടെ ഇരുവശങ്ങളിൽ, പിന്നെ കഴുത്തിൻ്റെ വശം, കാൽമുട്ടിൻ്റെ ഇരുവശത്തുണ്ട്, പിന്നെ കാൽമുട്ടിൻ്റെ ഉൾവശത്ത്,
പിന്നെ കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്ത്, ചെവിയുടെ മുന്നിൽ, കീഴ്ത്താടിയുടെ താഴെ. നമ്മൾ സിനിമകളിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ കീഴ്ത്താടിയുടെയൊക്കെ താഴെ ഇങ്ങനെ നോക്കി പൾസ് അറിയുന്നത്. ഇനി റെനെ ലെനക്ക്. റെനെ ലെനക്ക് ആരാണ്? ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഉപകരണമായ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? റെനെ ലെനക്കാണ് ആദ്യമായി നിർമ്മിച്ചത്. റെനെ ലെനക്ക്. അദ്ദേഹത്തിൻ്റെ പിക്ചറായി കൊടുത്തേക്കുന്നത്. ഇനി ഹൃദയാരോഗ്യത്തിന് എന്തൊക്കെയാണ് ചെയ്യണം നമ്മൾ? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. പിന്നെ പുകവലി, മദ്യപാനം എന്നിവ ഹൃദയത്തെ ബാധിക്കുന്നതാണ്. പിന്നെ വ്യായാമം ചെയ്തില്ലെങ്കിലും ഹൃദയം തകരാറിലാവും. ജീവിതശൈലി രോഗങ്ങളും എന്നെ തളർത്തും എന്ന് ഹൃദയം പറയുന്നു. മുറിവുണ്ടായാൽ ഹൃദയം, രക്തക്കുഴൽ എന്നിവ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് മനസ്സിലായല്ലോ. രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുറിവ് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തിപ്പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഹൃദയം മാറ്റിവെക്കാം. ഗുരുതരമായ ഹൃദയരോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. 1967 ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ആരാണ്? ക്രിസ്റ്റ്യൻ ബെർണാഡ്. രക്തദാനം മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനു പകരം നമ്മൾ രക്തം കയറ്റത്തില്ലേ? അതിനെയാണ് രക്തദാനം എന്ന് പറയുന്നത്. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം എന്ന് പറയുന്നത്. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമാകുമല്ലോ. രക്തദാനവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ഹൃദയം മാറ്റിവെച്ചതെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആദ്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തത്. ഇനി അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഇനി നമുക്ക് വിസർജന വ്യവസ്ഥ പഠിക്കാം. ഇതുവരെ നമ്മൾ രക്തപര്യന വ്യവസ്ഥയായിരുന്നു പഠിച്ചത്. അടുത്ത എന്താണ്? വിസർജന വ്യവസ്ഥ നോക്കാം. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? അവയെ പുറന്തള്ളാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? അതാണ് എക്സേർഷൻ അഥവാ വിസർജനം. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. എന്താണ്? ജീവൽ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന യൂറിയ, പിന്നെ അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എക്സേർഷൻ അഥവാ വിസർജനം. ഇനി വൃക്കയും അരിക്കലും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പയായി പ്രവർത്തിക്കുന്ന വൃക്കയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ്. വൃക്കയും അരിക്കലും നോക്കാം. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ടാണ് കാണപ്പെടുന്നു. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്ക സിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും.
കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമാകുന്ന രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. വൃക്കകൾ, വൃക്കാധമനി, വൃക്കാസിര പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൂത്രവാഹി, മൂത്രാശയം. വൃക്കാധമനി വഴിയാണ് രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ എന്നിവ എത്തുന്നത്. പിന്നെ അത് അരിച്ച് അതിനകത്തുനിന്ന് അത് വൃക്കസിര വഴി എവിടെ എത്തുന്നു? മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിൽ എത്തുന്നു. പിന്നെ മൂത്രമായിട്ട് പോകുന്നു. അപ്പോൾ വൃക്കയുടെ സ്ഥാനം എവിടെയാണ്? ഉദരാശയത്തിൻ്റെ പിൻഭാഗത്തുള്ള മാംസപേശികളോട് ചേർന്ന് നട്ടെല്ലിൻ്റെ ഇരുവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. ആകൃതി എന്താണ്? പയർമണിയുടെ ആകൃതിയാണ്. രക്തം എത്തിക്കുന്നതാണ് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന വൃക്കാധമനിയും രക്തം പുറത്തേക്ക് വഹിക്കുന്നത് വൃക്കാസിരയുമാണ്. ഇനി വൃക്കയെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പിന്നെ ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. പിന്നെ കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കണം, പിന്നെ ഒഴിവാക്കണമെന്ന് തന്നെ പറയാം. പിന്നെ ദിവസവും വ്യായാമം ചെയ്യണം. പുകവലി, മദ്യപാനവും ഉപേക്ഷിക്കണം. വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. വൃക്കയുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? ഡയാലിസിസ് വഴി, പിന്നെ വൃക്ക മാറ്റിവെക്കലും വഴിയൊക്കെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുന്ന ആളെ രക്ഷിക്കാൻ കഴിയുമേ. അപ്പോൾ എന്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ? എന്താണ്? ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാം. മറ്റു വിസർജനാവയവങ്ങൾ എന്തൊക്കെയാണ്? വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് പുറത്തു പോകുന്നത്? നമുക്ക് വിയർപ്പ് എന്താണ്? ത്വക്കിൻ്റെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിലനിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മസുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. ശ്വാസകോശം, കരൾ എന്നിവയെക്കുറിച്ച് ഉള്ള കുറിപ്പ് വായിക്കുന്നു. നോക്ക്. ശ്വാസകോശം കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. കരൾ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ പിത്തരസം, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായതാണ് പിത്തരസം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. പിന്നെ പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും ആരാണ്? കരളാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രധാന അവയവങ്ങൾ ഇത് പഠിച്ചതിനകത്തെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അവയവം എന്താണ്? ത്വക്ക് എന്താണ് പറഞ്ഞത്? ത്വക്ക് എന്ന് പറയുന്നത് പുറമേ ഉള്ളൊരു അവയവമാണ്. ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്.
മാലിന്യങ്ങളെ വിയർപ്പിലൂടെ പുറത്തള്ളുന്നു എന്നുള്ളതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ വൃക്കകളുടെ ആകൃതി എന്താണ്? പയർവിത്തിൻ്റെ ആകൃതി എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ വേർതിരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതാണ് ഈ വൃക്ക എന്ന് പറയുന്നത്. ഇനി ശ്വാസകോശം എന്താണ്? ശ്വാസകോശം പോലെ ഇരിക്കും? സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്നും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കരളിൻ്റെ എന്തുവാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. പിന്നെ എന്തുണ്ടാക്കുന്നു? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിൽ ഹാനികരമായ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ്. ഇത്രയാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് നെർവസ് സിസ്റ്റം പഠിക്കാം. നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണു എന്ന് വിചാരിക്കുക. അതെടുക്കാൻ എന്തെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് എഴുതണം. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പെട്ടെന്ന് പറന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും അല്ലേ? അതുകൊണ്ട് തന്നെ കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ അപ്പോഴും നമ്മൾ കണ്ണടയ്ക്കും. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും നോക്കാം. അതിൻ്റെയാണ് നാഡീവ്യവസ്ഥ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. അപ്പം നാഡീവ്യവസ്ഥയാണ് ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ. നമ്മൾ തീ പൊള്ളി നമ്മൾ പെട്ടെന്ന് തീയിൽ കൈ ഇങ്ങനെ വെച്ചാൽ കൈ പൊള്ളിയാൽ നമ്മൾ കൈ പിൻവലിക്കത്തില്ലേ? അതൊക്കെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നതാണ്. അതിനെല്ലാം സഹായിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ്. എന്തൊക്കെയാണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, പിന്നെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയ്ക്കെല്ലാം പ്രധാന കേന്ദ്രവേദാണ് മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാവട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇനി കൗമാരവും ആരോഗ്യവും. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായ ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് ഉണ്ടാകുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്തൊക്കെ ശാരീരിക മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ആൺകുട്ടികൾക്ക് വളർച്ച ത്വരിതപ്പെടുന്നു, പെൺകുട്ടികൾക്കും വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രത്യുൽപാദന അവയവങ്ങൾ, സ്ഥാനം എന്നിവയുടെ വളർച്ച വേഗത്തിലാവുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാർഡം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. പെൺകുട്ടികൾക്ക് ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ശബ്ദത്തിൽ ഗാംഭീര്യം കൂടുന്നു. ശബ്ദ സൗകുമാര്യം കൂടുന്നു പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് ബീജോത്പാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികൾക്ക് അണ്ഡോത്സർജനം തുടങ്ങുന്നു. ആർത്തവം ആരംഭിക്കുന്നു. അടുത്തത് എന്താണ്? മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തലോമികളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്നും അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്.
ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിതദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രവർത്തനമാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി ആർത്തവ കാലത്ത് നല്ല ശുചിത്വം വേണ്ടതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കുറേ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ട ചില ഫെസിലിറ്റീസാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്താണ്? ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമാണ് മെൻസ്ട്രൽ കപ്പുകൾ. ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗരീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിൻ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കണം. കൗമാരകാലത്തെ ഭക്ഷണം എന്താണ്? ഭക്ഷണത്തെക്കുറിച്ചാണ്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലായിരിക്കും. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു. രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാര കാലത്തെ ഭക്ഷണ രീതി ക്രമീകരിക്കേണ്ടത് നല്ല രീതിയിലായിരിക്കണം. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അയണൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപെടുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇനി പറയുന്നതൊക്കെ അവയർനെസ് ആണ്. അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, പിന്നെ ലൈംഗിക ചുവയോട് സംസാരിക്കുകയും നോക്കുന്നവരും, പിന്നെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും, ഉപഹാരങ്ങൾ നൽകുന്നവരും. ഈ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ മാതാപിതാക്കൾ ആദ്യമേ അറിയിക്കേണ്ട ആരെയായിരിക്കണം? മാതാപിതാക്കളെ ആയിരിക്കണം. പിന്നീട് വേണം സഹപാഠികൾ. സ്കൂളിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ അധ്യാപകരെ അറിയിക്കണം. സ്കൂൾ കൗൺസിൽ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ശരീരത്തെ ഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായ സ്പർശനം തിരിച്ചറിഞ്ഞാൽ നമ്മൾ നോ എന്ന് ശക്തമായി തന്നെ പറയാൻ ശീലിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏത് തരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന അവർ തരുന്നില്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് 1098 എന്നുള്ളതാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. ലാസ്റ്റ് പറഞ്ഞേക്കുന്നതൊക്കെ ഒരു അവയർനെസ് പോലെയാണ്. എന്താണ് മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നതാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.